നൂറുകണക്കിന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊന്നു കുഴിച്ചിട്ടു എന്ന വെളിപ്പെടുത്തലിൽ തെളിവെടുപ്പുമായി പ്രത്യേക അന്വേഷണ സംഘം. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് മുൻ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങൾ പലതും പ്രധാന റോഡിനോട് ചേർന്നാണ്. സ്നാനഘട്ടത്തിലും പരിസര പ്രദേശങ്ങളിലുമായി 4 ഇടങ്ങളിൽ സ്പോട്ട് മാപ്പിംഗ് നടത്തി. മുഹമ്മദ് റഹീസ് ഉണ്ട് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നിന്ന്. മുഹമ്മദ് റഹീസ് തത്സമയം ചേരുന്നു. മുഹമ്മദ് റഹീസ്, ഈ തെരച്ചിൽ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്? ഉന്മേഷ്, ഈ ശുചീകരണ തൊഴിലാളി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ ഇടങ്ങളിലാണ് ഇന്ന് പരിശോധന നടത്തിയിരിക്കുന്നത്. നിലവിൽ 5 ഇടങ്ങളിലായിട്ടാണ് പരിശോധന നടന്നിരിക്കുന്നത്. അത് പ്രധാനമായിട്ടും ഈ നേത്രാവതി സ്നാനഘട്ടത്തിനും പരിസര പ്രദേശങ്ങളിലും അങ്ങനെ 4 ഇടങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഈ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു കൂടി പരിശോധന നടത്തിയിട്ടാണ് ഇപ്പോൾ സംഘം തിരിച്ചിരിക്കുന്നത്. ബെൽത്തങ്ങാടിയിലേക്കാണ് ഇവർ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു പരിശോധന കഴിഞ്ഞു എന്ന് മനസ്സിലാക്കണം. നാളെയും പരിശോധന തുടങ്ങും. കാരണം ഇദ്ദേഹം ഒരു 13-കാരിയെ കുഴിച്ചിടേണ്ടി വന്ന സ്ഥലം എന്ന രീതിയിൽ ഒരു സ്ഥലം കൂടി നേരത്തെ പറഞ്ഞിരുന്നു. ആ സ്ഥലത്ത് കൂടി ഇനി തെളിവെടുപ്പ് നടത്തേണ്ടി വരും, ഇങ്ങനെ മാർക്കിംഗ് നടത്തേണ്ടി വരും. അപ്പോൾ ഇന്ന് 5 ഇടങ്ങളിലായി പരിശോധന നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് 15 സ്ഥലങ്ങളാണ് സ്പോട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ 15 ഇടങ്ങളിൽ ഒരു മൃതദേഹം വെച്ചല്ല കുഴിച്ചിട്ടിട്ടുള്ളത്, അതിൽ കൂടുതൽ മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും ശുചീകരണ തൊഴിലാളിയുടെ മൊഴി കൂടുതലായി വിശ്വസ്തതയിൽ എടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. മുഹമ്മദ് റഹീസാണ് ധർമ്മസ്ഥലയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.